നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ എങ്ങനെ അകറ്റാൻ സാധിക്കും, എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാവുക എന്ന് ആലോചിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളും മറികടക്കുവാനായിട്ട് ഈ തൊടുകുറി ശാസ്ത്രം നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്രകാരം അതിന് നിങ്ങൾക്കായി ഇന്ന് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം രുദ്രാക്ഷവും രണ്ടാമത്തെ ചിത്രം ആമമോതിരവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വഴി വലിയൊരു ഫലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ ചിത്രമായ രുദ്രാക്ഷമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളാണ് പറയുവാനായിട്ട് പോകുന്നത്. സാക്ഷാൽ ശിവഭക്തരാണ് നിങ്ങൾ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ കഷ്ടതകളും രോഗകഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം തുറന്നു പറയുന്നത് നിങ്ങളുടെ ഇഷ്ട ഭഗവാനോട് തന്നെയായിരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട വേദനകളെ ഒക്കെ അവസാനിപ്പിക്കുവാനും ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രതികൂല സാഹചര്യങ്ങൾക്കുള്ള മറുപടിയായിട്ടുമാണ് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ഫലം വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ഇന്ന് വരെ മറ്റ് നിങ്ങളുടെ കുടുംബക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം ഈശ്വരൻ ഒരുക്കിയിട്ടില്ല. അത്രത്തോളം മാനസികമായും വളരെയധികം പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. സാമ്പത്തികമായി ഒരുപാട് പിന്നിലാണ്. കുടുംബപരമായി സന്തോഷങ്ങളും സുഖാനുഭവങ്ങളും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നതുമൊക്കെ വളരെ കുറവാണ്. ജീവിതത്തിൽ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും ഒരു നല്ല അനുഭവം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണാൻ കഴിയുന്നില്ല. അത്രത്തോളം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭവന വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ കഷ്ടതകൾ, ഉപജീവനത്തിൽ അനുഭവിക്കുന്ന മോശമായ കാര്യങ്ങൾ, എല്ലാ ദിവസവും സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല, സ്വന്തമായിട്ട് ഒരു ഭവനം പോലും ഇല്ലാത്തവർ, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളും ഏറെയാണ്. സന്തോഷിക്കുവാനോ സമാധാനപരമായിട്ട് ജീവിക്കുവാനോ അല്ലെങ്കിൽ സമ്പാദിക്കുവാനോ ഒന്നും കഴിയാതെ കടന്നു പോകുന്ന അവസ്ഥകൾ, എവിടെ നിന്നെങ്കിലും ധാരാളം ചിലവ് വരുന്നു, ഒരു സമാധാനമില്ലാത്ത അവസ്ഥകൾ, ആരോടാണ് നിങ്ങളുടെ സങ്കടം പറയേണ്ടത്, ആരോടാണ് നിങ്ങളുടെ കഷ്ടതകൾ പറയേണ്ടത് എന്നൊന്നും അറിയാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ. എന്നാൽ തീർച്ചയായിട്ടും ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയുക തന്നെ ചെയ്യും. വരുന്ന ഒരു 6 മാസക്കാലം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അവസാനിച്ച് ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. വിശ്വാസത്തോടു കൂടി ജീവിക്കുക. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ധാരാളം അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട്, ധാരാളം നന്മകൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. പലപ്പോഴും ആ നന്മകളെക്കുറിച്ചും ആ അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ ഈശ്വരനോട് നന്ദി പറയുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ രുദ്രാക്ഷം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ആമമോതിരമാണ്. ഈ ആമമോതിരം തിരഞ്ഞെടുക്കാൻ പലർക്കും പല കാരണങ്ങളാണ്. അതായത് ജീവിതത്തിൻ്റെ സൗഭാഗ്യഘട്ടം കടന്നുപോയി ഇനി ഒരല്പമെങ്കിലും ആ പഴയതുപോലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ കടന്നു വരുമോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ. പലപ്പോഴും സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ വളരെയധികം മനോവിഷമം അനുഭവിക്കുന്ന വ്യക്തികളാണ്. ചിലവിനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികൾ. നിങ്ങളിൽ വരുമാനമുണ്ടോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാക്കാതെ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികൾ.
നിങ്ങളെ മനസ്സിലാക്കാത്തവർ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയുവാനായിട്ട് തൊടുകുറി ഫലത്തിന് കഴിയും. അത്രത്തോളം വിഷമങ്ങളിലൂടെയും പ്രാരാബ്ദങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. പ്രധാനമായിട്ടും നിങ്ങളുടെ അവസ്ഥകൾ മാതാപിതാക്കളോ മക്കളോ മനസ്സിലാക്കാതെ പെരുമാറുന്നു. അതായത് ഒരല്പം സമ്പാദ്യം പോലും നിങ്ങളിൽ ശേഖരിച്ച് വയ്ക്കുവാനോ അല്ലെങ്കിൽ സമ്പാദിക്കുവാനോ കഴിയാതെ വളരെയധികം വിഷമപ്പെടുന്ന വ്യക്തികളാണ്. രോഗപ്രയാസങ്ങളാണെങ്കിൽ അതിലേറെയാണ്. മാതാപിതാക്കളാൽ അനുഭവിക്കുന്ന വേദനകൾ അതിലും ഏറെയാണ്. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ കഷ്ടതകളിലൂടെയും കടഭാരങ്ങളിലൂടെയും ഒരു സന്തോഷമില്ലാതെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അവസ്ഥകളാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറും. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ നേർന്ന വഴിപാടുകളൊക്കെ നിവർത്തിക്കുക. തീർച്ചയായിട്ടും അതിലൊരു അനുഗ്രഹം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. പലരും ജീവിതത്തിൽ പലതും പറയുന്നുണ്ട്. പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും ഈശ്വര വിശ്വാസത്തെ തള്ളിക്കളയാതെ മുറുകെ പിടിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോട്ടവും തട്ടാതെ വണ്ണം പരിപാലിക്കുമെന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ ഒരു പരീക്ഷണ ഘട്ടമായി മാത്രം കരുതുക. ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും പല ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അനുഗ്രഹമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ കടന്നു വരും. ഇനി വിഷമിക്കേണ്ട, ധാരാളം നല്ല അവസരങ്ങളാണ് നിങ്ങൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. വരുന്ന കുറച്ചു മാസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി ജീവിതത്തിൽ ഒരു നല്ല അനുഗ്രഹം കടന്നു വരികയുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ആരും വിശ്വാസങ്ങളെ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച നല്ല ദാനങ്ങൾക്ക് നന്ദി പറയാതിരിക്കരുത്. ഒരു കടുകുമണിയോളം സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതെങ്കിലും അതിന് ഈശ്വരനോട് എന്നും നന്ദി പറയുക. അതുപോലെ തന്നെ ധാരാളം കഠിനമായി അധ്വാനിക്കുക. എനിക്ക് കടഭാരമുണ്ട്, എനിക്ക് രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നോർത്ത് ദുഃഖിക്കുന്നതിലും ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങളുടെ കടഭാരത്തെയും കഠിനാധ്വാനം കൊണ്ട് നേരിടുക എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് സമയം പണിയെടുക്കുന്നുവെങ്കിൽ നാളെ നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ സമയം പണിയെടുത്ത് നിങ്ങളുടെ കടഭാരത്തെ ഒന്ന് മാറ്റുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യവും അവസരങ്ങളും ഒരുക്കിത്തരും. അതിന് പ്രകാരം ജീവിതത്തെ നയിക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ്. തീർച്ചയായിട്ടും വിശ്വാസമുണ്ടായിരിക്കണം. ഈശ്വര അനുഗ്രഹം നിങ്ങളോട് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.